ബലാത്സംഗം ചെയ്ത യുവതിയെ 3 മാസത്തിനുള്ളിൽ വിവാഹം ചെയ്യണമെന്ന നിബന്ധനയിൽ കുറ്റാരോപിതന് ജാമ്യം അനുവദിച്ച് അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി വിരൽ ചൂണ്ടുന്നത് ഇന്നും നീതിന്യായ വ്യവസ്ഥയിൽ വേരുറപ്പിച്ച പാട്രിയാർക്കിയിലേക്കാണ്. സ്ത്രീകളെക്കുറിച്ച് മുൻവിധിയോടെയുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിനായി ജഡ്ജിമാരും അഭിഭാഷകർക്കും മാർഗരേഖയാക്കാവുന്ന കൈപ്പുസ്തകമിറക്കിയ സുപ്രീം കോടതിയുടെ നടപടി വളരെയധികം ശ്ലാഘിക്കപ്പെട്ടിരുന്നു. തുടർന്ന് സ്ത്രീകളെ സമഭാവനയോടെ കാണുന്ന അവരുടെ അന്തസ്സിന് മങ്ങലേൽപ്പിക്കാത്ത അനുകൂല വിധികളും പഴയ കാലത്തിൽ നിന്ന് ഭിന്നമായി കോടതികളിൽ നിന്നുണ്ടായി. എന്നാൽ ഇപ്പോൾ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ചെയ്തത്. ഗാർഹിക പീഡനത്തെക്കുറിച്ച് പരാതിയുമായി എത്തിയ സ്ത്രീയോട് നിങ്ങൾ താലിമാലയും സിന്ദൂരവും അണിഞ്ഞില്ലെങ്കിൽ ഭർത്താവിന് എങ്ങനെയാണ് നിങ്ങളോട് താല്പര്യമുണ്ടാകുക എന്ന് പൂനെയിലെ ജില്ലാ കോടതി ചോദിച്ചത് ഈ അടുത്തിടെയാണ്. പുരുഷ മേധാവിത്വ മൂല്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള വിമുഖത മാത്രമാണ് കോടതികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ. രാജസ്ഥാനിലെ സിക്കർ ജില്ലക്കാരനായ പ്രതി കോച്ചിംഗ് സെന്ററിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. പല തവണ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ ഫോട്ടോ ഓൺലൈനിൽ പങ്കുവെക്കുകയും ഇവരിൽ നിന്ന് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതായി യുവതിയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. യുവതിയുടെയും വീട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 21-ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ എത്തിക്കുകയുമായിരുന്നു. ജാമ്യാപേക്ഷയുമായി പ്രതി മുന്നോട്ട് നീങ്ങിയെങ്കിലും ആഗ്ര സെഷൻസ് കോടതി ഒക്ടോബറിൽ അപേക്ഷ തള്ളി. തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതിയെ പ്രതി സമീപിക്കുന്നത്. ഹൈക്കോടതിയാകട്ടെ നാട്ടുകൂട്ടം കൽപ്പിക്കുന്നതുപോലെ കുറ്റാരോപിതന് 3 മാസത്തിനുള്ളിൽ അതിജീവിതയെ വിവാഹം ചെയ്യണമെന്ന നിബന്ധനയോടെ ജാമ്യം നൽകി. ഫെബ്രുവരി 20-ന് പുറപ്പെടുവിച്ച വിധിയിൽ ജസ്റ്റിസ് കൃഷ്ണൻ പഹാൽ മറ്റൊരു നിരീക്ഷണം കൂടി മുന്നോട്ട് വെച്ചു. ഭരണഘടനയിലെ അനുച്ഛേദം 21 പ്രകാരം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സംശയത്തിനപ്പുറം പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതുവരെ കുറ്റാരോപിതനാണെന്ന കാരണത്താൽ ആ അവകാശത്തെ നിഷേധിക്കാനാവില്ല. പ്രതിയുടെ മൗലിക അവകാശത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ ഉയർന്ന ചോദ്യം ജാമ്യ വ്യവസ്ഥയിലെ ഈ നിബന്ധനയാണ്. ബലാത്സംഗത്തിനുള്ള നീതി വിവാഹമാണ്. പഴയകാല ഖാപ് പഞ്ചായത്തുകളിലായി തുടരുകയാണോ ഈ നൂറ്റാണ്ടിലെ കോടതികൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അവളെ വിവാഹം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ജയിലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. നീ അവളെ വിവാഹം ചെയ്യുമോ? പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ 1-ലേറെ തവണ ബലാത്സംഗം ചെയ്ത മോഹിത് സുഭാഷ് ചവാൻ എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശരത് അരവിന്ദ് ബോബ്ഡെ ചോദിച്ച ചോദ്യം രാജ്യത്തുണ്ടാക്കിയ അലയൊലികൾ ചെറുതായിരുന്നില്ല. ചീഫ് ജസ്റ്റിസിന്റെ രാജി ആവശ്യപ്പെട്ട് ഉയർന്ന മുറവിളികൾക്കൊപ്പം രാജി ആവശ്യപ്പെട്ട് 5200 പേർ ഒപ്പിട്ട ഹർജിയും അന്ന് സമർപ്പിക്കപ്പെട്ടു. അതിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു: അതിജീവിതയോട് പ്രതിയെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടതിലൂടെ അവരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ച പീഡകന്റെ കൈകളാൽ ജീവിതകാലം മുഴുവൻ ബലാത്സംഗം ചെയ്യപ്പെടാനാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ നിങ്ങൾ വിധിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബലാത്സംഗത്തിന്റെ നീതി വിവാഹമാണെന്ന് കോടതി ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിജീവിതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റിന്റെ കടമയിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. തന്നെയുമല്ല, ഇത്തരമൊരു ജാമ്യ വ്യവസ്ഥ ഏർപ്പെടുത്താൻ കോടതിക്ക് സാധിക്കുമോ? ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികൾ ആരംഭിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. വിചാരണ പോലും പൂർത്തിയാകാത്ത ഘട്ടത്തിൽ മുൻധാരണയോടെ ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് വിചാരണ നടപടികളെ ഉൾപ്പെടെയാണ് ബാധിക്കുക. അതിജീവിതയിൽ ഏൽപ്പിക്കുന്ന മാനസികാഘാതം ചില്ലറയല്ല. നീതി തേടി നിയമത്തെ സമീപിക്കുക എന്ന തീരുമാനത്തിലെത്തിയ ശേഷം സമൂഹത്തിന്റെ വെർബൽ റേപ്പ് ഉൾപ്പെടെ അവൾ കടന്നുപോകേണ്ട വഴികൾ നിസ്സാരവുമല്ല. അതിനാൽ അതിജീവിതയുടെ മാനസികാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമീപനങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടാകേണ്ടത്. കോടതിയിൽ നിന്നുള്ള ഒരു നടപടികളും അവരെ മറ്റൊരു ട്രോമയിലേക്ക് തള്ളിയിടുന്നതാകരുത്. അപർണ ഭട്ട് വേഴ്സസ് സുപ്രീം കോടതി കേസിൽ സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ളതുമാണ്. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് അയാൾക്കും അവകാശപ്പെട്ട നീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം. ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതിൽ ജസ്റ്റിസുമാർക്ക് നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയുമാകാം. 2017 തിവാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ വിധിയിൽ അക്കാര്യം പരാമർശിക്കുന്നുമുണ്ട്. പക്ഷേ അതുപോലെ പ്രധാനമാണ് ലിംഗാടിസ്ഥാനത്തിലുള്ള മുൻധാരണകളോടെയോ പാട്രിയാർക്കിയുടെയോ സ്വാധീനത്തിൽ മാത്രമാകരുത് ആ നിബന്ധനകൾ എന്നതും. ബലാത്സംഗത്തിനുള്ള പ്രതിവിധി വിവാഹമാണെന്ന ധ്വനിയാണ് ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ വീണ്ടും സമൂഹത്തിൽ ഉയർത്തുക.
അതിജീവിതയുടെ അഭിമാനത്തെയും അവളുടെ ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശത്തെയും അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അവൾക്കുള്ള നീതി നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ. വിചാരണ നടപടികളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും. താല്പര്യമില്ലെങ്കിൽ കൂടി ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനായി പെൺകുട്ടി മൊഴി മാറ്റി പറയുന്നതിന് നിർബന്ധിതയായേക്കാം. വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ വ്യക്തിബന്ധം എത്രത്തോളം ഊഷ്മളമായിരിക്കും. വിവാഹം കഴിഞ്ഞ ജീവിതം ആരംഭിച്ച ശേഷം പ്രതി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമാവില്ലേ? നീതി ഉറപ്പാക്കേണ്ട കോടതിയുടെ സമീപനങ്ങൾ തുടർച്ചയായ ചർച്ചകൾക്കും മാധ്യമ വിചാരണകൾക്കും വിധേയമാകുന്നുണ്ടെങ്കിൽ പോലും ഊർജിതമായ എന്ത് തിരുത്തൽ നടപടികൾ നാം സ്വീകരിച്ചുവെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കും. കോടതിയും സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ പ്രതിഫലനങ്ങൾ കോടതി വിധികളിലും കണ്ടേക്കാമെന്ന പതിവ് മറുപടികൾ മാത്രം പോരെ നമുക്ക്. സ്ത്രീകളെ കുറിച്ചുള്ള മുൻധാരണകളെ തിരുത്തുന്ന കൈപ്പുസ്തകം പോലെ വിധിന്യായങ്ങളെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് മുൻധാരണകളോടെ സമീപിക്കരുതെന്നത് സംബന്ധിച്ച നിയമാവലികളും ഉണ്ടാകണം.